ഹലോ ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ബ്രിട്ടീഷ് പാലം കാണാനാണ് കേട്ടോ. ബ്രിട്ടീഷ് ബ്രിഡ്ജ് അഥവാ കനാൽ പാലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പാലക്കാട് വെച്ച് ഒരു സിനിമ ചിത്രീകരിക്കുകയാണെങ്കിൽ ഇവിടെ വെച്ച് ഒരു സീനെങ്കിലും എടുക്കാറുണ്ട്. പേര് ബ്രിട്ടീഷ് പാലം എന്നാണെങ്കിലും ഈ പാലം നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരല്ല. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഗദ്ദാമയിലെ ഗ്രാമീണത തുളുമ്പുന്ന നാട്ടുവഴിയോരത്തെ എന്ന പാട്ടും ഒടിയൻ, രാമലീല, ജമുന പ്യാരി എന്നീ ചിത്രങ്ങളിലെ കഥാപശ്ചാത്തലങ്ങളിലുമെല്ലാം പാലക്കാട്ടെ ഈ ബ്രിട്ടീഷ് പാലമുണ്ട്. (1955) മലമ്പുഴ ഡാം നിലവിൽ വന്ന് 3 വർഷം കഴിഞ്ഞാണ് ബ്രിട്ടീഷ് പാലത്തിന്റെ പണി പൂർത്തിയായത്. ബ്രിട്ടീഷുകാർ നിർമ്മിക്കാത്ത ഈ പാലത്തിന് ബ്രിട്ടീഷ് പാലം എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബ്രിട്ടീഷ് വാസ്തുവിദ്യാ മികവാണ് ഈ പാലത്തിന് ബ്രിട്ടീഷ് പാലം എന്ന പേര് വരാനുള്ള പ്രധാന കാരണം. സമീപകാലത്ത് നിർമ്മാണത്തിലിരിക്കുന്ന പല പാലങ്ങളും തകർന്നു വീഴുമ്പോഴും മികച്ച ഗുണനിലവാരം പ്രകടമാക്കുന്നു എന്നതാണ് ഈ പാലത്തിന്റെ പ്രധാന സവിശേഷത. ഒരു വശത്ത് വാഹനങ്ങൾക്ക് കടന്നു പോവാനുള്ള പാതയും നടുവിൽ മലമ്പുഴ കനാലും സമാന്തരമായി നടപ്പാതയുമുള്ള അക്വഡേറ്റ് മാതൃകയിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. സിനിമയ്ക്ക് പുറമെ ആൽബം, ഫോട്ടോഷൂട്ട് എന്നിവ ചിത്രീകരിക്കുന്നവരുടെ പ്രിയ ഇടമാണ് ഇവിടെ. അടിയാണ് പാലത്തിന്റെ ഉയരം. പുഴയിലേക്ക് ഇറങ്ങാൻ ഇരുവശത്തും പടികളുമുണ്ട്. കുടുംബത്തോടെ എത്തി പുഴയിൽ കുളിക്കാൻ സമയം കണ്ടെത്തുന്നവരുമുണ്ട്. ബ്രിട്ടീഷ് നിർമ്മിതിക്ക് സമാനമായി ഭംഗി കണ്ട് നാട്ടുകാർ തന്നെ വിളിച്ച പേരാണ് ബ്രിട്ടീഷ് പാലം. പതിറ്റാണ്ടുകൾക്കപ്പുറവും ശക്തമാണ് കൊടുമ്പിലെ ഈ ബ്രിട്ടീഷ് പാലം. കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കണ്ടേ? ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. Wow. ജലം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനാണ് ഈ പാലം പ്രധാന പരിഗണന നൽകുന്നത്. അങ്ങനെ കുറെ നേരം പാലത്തിന്റെ താഴെ പോയിരുന്ന ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം ഞങ്ങൾ തിരിച്ചു കയറുകയാണ് കേട്ടോ. സന്ധ്യയായി, ലൈറ്റൊക്കെ പോയി. അപ്പൊ ഇനി തിരിച്ച് വീട്ടിലേക്കുള്ള പോക്കാണ്.
അങ്ങനെ അവിടുന്ന് ഇറങ്ങിയ ഉടനെ വിശപ്പിന്റെ വിളി എല്ലാവർക്കും വന്നോണ്ട് നമ്മുടെ സ്റ്റേഡിയം റോഡിലുള്ള ദി മാജിക് അവനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പിള്ളേര് രണ്ടുപേരും ഫ്രഞ്ച് ഫ്രൈസും ഞങ്ങൾ രണ്ടുപേരും ചിക്കൻ കീശാണ് കഴിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ.